जयो राधा माधव कुंज बिहारी गोपीजन वल्लभा गिरिवरधारी। जयो राधा माधव कुंज बिहारी गोपीजन वल्लभा गिरिवरधारी। यशोदनंदना व्रज जनरंजन यमुना तीरावनचारी। यशोदानंदन व्रज जनरंजन यमुना तीरावनचारी। हरे कृष्णा 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 हरे हरे, हरे रामा राम राम हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम 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 हरे हरे। कृष्णा 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 हरे हरे, हरे राम राम हरे हरे। हरे कृष्णा 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 हरे हरे, हरे राम राम हरे हरे। कृष्णा 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 हरे हरे, हरे राम राम हरे हरे। जयो राधा माधव जयो राधा माधव, राधा माधव जयो राधा माधव, जयो राधा माधव, राधा माधव, राधा माधव जयो राधा माधव। जयो राधा कुंज बिहारी राधा कुंज बिहारी राधे। हे कृष्ण बलराम जय कृष्ण बलराम जय वृंदावन धाम। जयो जगन्नाथ जय बालादेवा, सुभद्रमयी जय सुदर्शन। जय गौरनिताय जय गौरनिताय, गौरानिताय जय गौरानिताय। जय पंचतत्वा जय पंचतत्वा, पंचतत्वा जय पंचतत्वा। जय जय प्रभुपाद 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 जय जय प्रभुपाद, जय जय प्रभुपाद प्रभुपाद जय जय प्रभुपाद। जय जय गुरुदेव जय जय गुरुदेव। निताय गौर हरि बोल निताय गौर हरि बोल। निताय गौर प्रेमानंद। हरे नाम संकीर्तन की जय। हरे कृष्ण। All Guru Shastra devotees. Hare Krishna. ഇപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന ശ്ലോകം ഒന്നാമത്തെ സ്കന്ധം 9-ാമത്തെ അധ്യായം 43-ാമത്തെ ശ്ലോകം. ശ്ലോകം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. നഷ്ടപ്രായേഷു ഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതീരുത്തമ ശ്ലോകേ ഭക്തിർഭവിനൈഷ്ഠികി. മൂകം കരോതി വാചാലം പങ്കം ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യമീശ്വരം. സൂത ഉവാച കൃഷ്ണ ഏവം ഭഗവതി മനോവാക്ദൃഷ്ടിവൃത്തിഭിഃ ആത്മാനി ആത്മാനമാവേശ്യ സോ അന്ധശ്വാസ ഉപാരമത്. ട്രാൻസ്ലേഷൻ പർപ്പോട്ടും
മതിച്ച് ആർക്കെങ്കിലും മലയാളത്തിൽ ഇത് വായിക്കാൻ പറ്റുമോ? വായിക്കട്ടെ പ്രഭുജി. ആ ശരി, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സൂത ഉവാച കൃഷ്ണ ഏവം ഭഗവതി മനോവാക് ദൃഷ്ടിവൃത്തിഭിः ആത്മന്യാത്മാനമാവേശ്യ സ്വ അന്തശ്വാസൗ ഭാരവത്. സൂത ഉവാച, സൂത വിളിച്ചു, കൃഷ്ണേ, ഭഗവാൻ കൃഷ്ണൻ പരമദ്യോത്തമ പുരുഷൻ, ഏവ മാത്രം ഭഗവതി അദ്ദേഹത്തിന്റെ മനസാൽ, വാക്ക്, ദൃഷ്ടി, വൃത്തിഭി പ്രവർത്തനങ്ങൾ, ആത്മഭി പരമാത്മാവിന്, ആത്മാനം ജീവാത്മാക്കൾ, ആവേശ്യ ലയിക്കുകയാൽ, സ അദ്ദേഹം അന്തശ്വാസ ശ്വസിക്കുന്ന ഉപാരമത നിശബ്ദമായി തീർന്നു. വിവർത്തനം വായിക്കണം പ്രവൃത്തി. ഹരികൃഷ്ണ വിവർത്തനം സൂത ഗോസ്വാമി അരുളി ചെയ്തു. അപ്രകാരം ധന്യാത്മാവായ ഭീഷ്മർ വിശ്വാത്മക സ്വരൂപനായ പരമാത്മാവിൽ ശ്രീകൃഷ്ണനിൽ വിലയം പ്രാപിച്ചു. പരമദിവ്യോത്തമ പുരുഷനിൽ മനസ്സാലും വാക്കാലും ദൃഷ്ടിയാലും പ്രവൃത്തിയാലും സ്വയം നിമർദ്ദിപ്പിച്ച് നിശബ്ദനായി ആ ഭക്തോത്തമന്റെ ശ്വാസം നിലച്ചു. ഭാവാർത്ഥം വായിക്കട്ടെ. ഭീഷ്മദേവന്റെ ആത്മാവ് ഭഗവത് ചിന്തയിലും അദ്ദേഹത്തിന്റെ മനസ്സ് ഭഗവാന്റെ വിവിധ കർമ്മങ്ങളുടെ സ്മരണയിലും ഏർപ്പെട്ട് ഭഗവാനെ പ്രാപിച്ചു. ആയതിനാൽ ഭൗതിക ശരീരം ത്യജിക്കുന്ന വേളയിൽ ഭീഷ്മദേവൻ എത്തിച്ചേർന്ന ഈ അവസ്ഥയെ നിർവികൽപ്പ സമാധി എന്ന് വിശേഷിപ്പിക്കുന്നു. അദ്ദേഹം ഭഗവാന്റെ മഹാത്മ്യങ്ങളെ പ്രകീർത്തിക്കുകയും അദ്ദേഹത്തിന്റെ ദൃഷ്ടിയാൽ സ്വയം അദ്ദേഹത്തിന്റെ മുമ്പിൽ സന്നിഹിതനായ ഭഗവാനെ ദർശിക്കുവാൻ ആരംഭിക്കുകയും യാതൊരു വ്യതിയാനവും കൂടാതെ അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളും ഭഗവാനെ തന്നെ കേന്ദ്രീകൃതമാവുകയും ചെയ്തു. പരിപൂർണതയുടെ ആത്യന്തികമായ അവസ്ഥ ഇതാകുന്നു എന്ന് മാത്രമല്ല, ഈ അവസ്ഥയെ ഭക്തിയുത സേവന പരിശീലനത്തിലൂടെ പ്രാപ്തമാക്കാൻ ഏവർക്കും സാധ്യവുമാണ്. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ സേവന പ്രവർത്തന തത്വങ്ങൾ 9 വിധത്തിലുള്ളതാകുന്നു. അവ: 1 ശ്രവണം, 2 ജപം, 3 സ്മരണം, 4 പാതാരവിന്ദങ്ങളുടെ സേവനം, 5 ആരാധന, 6 പ്രാർത്ഥന, 7 ആജ്ഞകൾ നിർവഹിക്കുക, 8 സാഹോദര്യം സ്ഥാപിക്കുക, 9 ആത്മസമർപ്പണം എന്നിവയാകുന്നു. അഭികാമ്യമായ ഫലം സമ്മാനിക്കാൻ ഇവയിൽ ഏതെങ്കിലും ഒന്ന് അല്ലെങ്കിൽ ഇവയെല്ലാം തുല്യ സമർത്ഥങ്ങളാകുന്നു. എന്നാൽ പ്രവീണനായ ഭഗവത് ഭക്തന്റെ മാർഗനിർദ്ദേശം അനുസരിച്ച് നിർബന്ധ ബുദ്ധിയോടെ അവയെ പരിശീലിപ്പിക്കേണ്ടതായി വരുന്നു. ഇവയിലെല്ലാം വെച്ച് അത്യന്തം പ്രധാനപ്പെട്ടത് ആദ്യത്തെ സേവന പ്രവർത്തന തത്വമായ ശ്രവണമാകുന്നു. ആകയാൽ ആദ്യം ഭഗവത്ഗീതാ ശ്രവണവും പിന്നെ ശ്രീമദ് ഭാഗവത ശ്രവണവും ജീവിതാന്ത്യത്തിൽ ഭീഷ്മദേവന്റെ അവസ്ഥ പ്രാപ്തമാക്കാൻ അഭിലഷിക്കുന്ന ഒരു ഗൗരവ പഠിതാവിന് അത്യന്താപേക്ഷിതമാകുന്നു. സ്വയം ശ്രീകൃഷ്ണ ഭഗവാൻ സന്നിഹിതനല്ലെങ്കിൽ പോലും മൃത്യുവേളയിലെ ഭീഷ്മദേവന്റെ അദ്വിതീയമായ അതിവിശിഷ്ടമായ അവസ്ഥ പ്രാപ്യമാക്കാനും കഴിയുന്നു. ഭഗവത്ഗീതയിലെ ഭഗവാന്റെ വാക്കുകളും ശ്രീമദ് ഭാഗവതത്തിലെ വാക്കുകളും ഭഗവാനിൽ നിന്നും അഭിന്നമാണ്. അവ ഭഗവാന്റെ ശബ്ദാവതാരങ്ങളാകുന്നു. മാത്രവുമല്ല അവയെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുകയാൽ 8 വസുക്കളിൽ ഒരാളായ ശ്രീ ഭീഷ്മദേവന്റെ അവസ്ഥയ്ക്ക് അവകാശിയായി തീരാൻ ഒരാൾക്ക് കഴിയുന്നു. ജീവിതത്തിന്റെ നിശ്ചിത അവസ്ഥയിൽ മനുഷ്യനായാലും മൃഗമായാലും നിശ്ചയമായി മരണപ്പെടും. എന്നാൽ ഭീഷ്മദേവനെ പോലെ മരണം വരിക്കുന്ന ഒരാൾ പരിപൂർണതയിൽ എത്തിച്ചേരുന്നു. അതേസമയം പ്രകൃതി നിയമങ്ങൾക്ക് അടിമപ്പെട്ട് മരണപ്പെടുമ്പോൾ മരണം മൃഗതുല്യമാകുന്നു. ഒരു മനുഷ്യനും മൃഗവും തമ്മിലുള്ള അന്തരമാണിത്. മനുഷ്യരൂപത്തിലുള്ള ജീവിതം ഭീഷ്മദേവനെ പോലെ മൃത്യു വരിക്കാൻ സവിശേഷമായി ഉദ്ദേശിച്ചുള്ളതാകുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു സോ മച്ച് മാധി. താങ്ക് യു മാധി. ഹരേ കൃഷ്ണ. ഓമജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖയ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. നമോ വിഷ്ണുപദായ കൃഷ്ണകൃഷ്ണായ ഭൂതലേ ശ്രീമതി ഭക്തിവേദാന്ത സ്വാമി പ്രധാനമേ നമസ്തേ സരസ്വതി ഗൗരവാണി പ്രചാരണി നിർവിശേഷ ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ രാമ. അപ്പോൾ നമ്മൾ ഇപ്പോൾ വന്നിരിക്കുന്ന ശ്ലോകം ഭീഷ്മദേവരെ എങ്ങനെ വിടവാങ്ങി എന്നുള്ള
ആ ഒരു സിറ്റുവേഷനാണ്. അപ്പം നമ്മളിത് ഇത് ഓർക്കുമ്പോൾ, ഈ ഭീഷ്മദേവൻ്റെ ഈ സ്റ്റേജ് ഓർക്കുമ്പോൾ നമ്മൾ ശരിക്കും എൻ്റെ സൗണ്ട് കറക്റ്റായിട്ട് കേൾക്കുന്നുണ്ടോ? കൃഷ്ണ ആരെങ്കിലും? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഭീഷ്മദേവൻ്റെ ഈ ഒരു വിടവാങ്ങൽ നമ്മൾ ചൈതന്യ ലീലയിൽ ഹരിദാസ് ഠാക്കൂറിൻ്റെ ജീവിതമായിട്ട് നമുക്ക് താരതമ്യപ്പെടുത്തി നോക്കാം. ഇപ്പോൾ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ് പുരിയുള്ള സമയത്ത് ഹരിദാസ് ഠാക്കൂർ അദ്ദേഹത്തിൻ്റെ ജഗന്നാഥ് പുരി തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു ചൈതന്യ മഹാപ്രഭു കുറച്ച് നാൾ കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലീല വൈൻഡപ്പ് ചെയ്ത് തിരിച്ച് അദ്ദേഹത്തിൻ്റെ ധാമത്തിലേക്ക് പോകുമെന്നുള്ളത്. അപ്പോൾ ഹരിദാസ് ഠാക്കൂർ ആ ഒരു സമയത്ത് ചൈതന്യ മഹാപ്രഭുവിനെ എന്നും ചൈതന്യ മഹാപ്രഭു ഹരിദാസ് ഠാക്കൂറിനെ വിസിറ്റ് ചെയ്യുമായിരുന്നു ജഗന്നാഥ് പ്രസാദുമായിട്ട്. അപ്പം അങ്ങനെ ഒരു വേളയിൽ ചൈതന്യ മഹാപ്രഭുവിൻ്റെ അടുത്ത് ഹരിദാസ് ഠാക്കൂർ ഒരു റിക്വസ്റ്റ് ആയിട്ട് പറയും, അങ്ങയുടെ വിടവാങ്ങലിന് മുന്നേ തന്നെ എനിക്ക് വിടവാങ്ങണം, എനിക്ക് അങ്ങയുടെ മുഖം കണ്ടുകൊണ്ട് വേണം ഇവിടെ നിന്ന് നീങ്ങാൻ എന്നുള്ള രീതിയിൽ. അങ്ങയുടെ മുഖം കണ്ട് അങ്ങയുടെ പതാരബന്ധങ്ങൾ എൻ്റെ നെഞ്ചിൽ ആലിംഗനം ചെയ്ത് അദ്ദേഹത്തിൻ്റെ നാമം ശ്രീകൃഷ്ണ ചൈതന്യ എന്നങ്ങനെ വിളിച്ചുകൊണ്ട് വേണം എനിക്ക് ലോകത്തുനിന്ന് പോകാൻ എന്നുള്ള രീതിയിൽ ശ്രീ ഹരിദാസ് ഠാക്കൂർ ചൈതന്യ മഹാപ്രഭുവിനടുത്ത് പറയുകയും ശരിക്കും അങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഹരിദാസ് ഠാക്കൂറിൻ്റെ ആ ഒരു ഡിസപ്പിയറൻസ് ശരിക്കും നമ്മൾ ചൈതന്യ ലീലയിൽ കാണാൻ പറ്റും. വളരെ കെങ്കേയമായിട്ടാണ് ഇങ്ങനെ കൊണ്ടാടുന്നത്. ചൈതന്യ മഹാപ്രഭു സ്വന്തമായിട്ട് ആ സിദ്ധബക്കൂൽ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ശരീരമായിട്ട് സ്വർഗദ്വാർ, പുരിയിലെ സ്വർഗദ്വാർ ബീച്ചിനടുത്ത് വരികയും അവിടെ വെച്ച് അദ്ദേഹത്തിൻ്റെ ശരീരം ശരിക്കും ബീച്ചിൽ കുളിപ്പിക്കുകയും എന്നിട്ട് ശരിക്കും ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, കണ്ടിട്ടില്ലാത്ത രീതിയിൽ ചൈതന്യ മഹാപ്രഭു നൃത്തം ചെയ്തിട്ട് പറയുകയാണ്, ഇവിടെ ആരാണ് ഇനി കുളിക്കുന്നത് അല്ലെങ്കിൽ തീർത്ഥസ്നാനം ചെയ്യുന്നത്, അവർക്ക് ശരിക്കും കൃഷ്ണപ്രേമം കിട്ടുമെന്ന് പറയുന്നുണ്ട് ആ സ്വർഗദ്വാറിൽ വെച്ചിട്ട്. ഇപ്പം എപ്പോഴും നമുക്ക് പോയാൽ അറിയാം സ്വർഗദ്വാറുണ്ട്, ലീലാസ്ഥലി സമാധി ചൈതന്യ പ്രഭു ഹരിദാസ് ഠാക്കൂർജിയുടെ സമാധിയുണ്ട്, ഇസ്കോൺ അതിൻ്റെ നേരെ എതിരെയാണ്. അപ്പോൾ ഒരു ഭക്തന്, അപ്പോൾ ശരിക്കും നമ്മൾ സാധാരണ ജീവിതത്തിലാണെങ്കിൽ നമുക്ക് കഴിയാൻ പറ്റും, നമുക്ക് പ്രിയപ്പെട്ടവരായിട്ട് ഒരാളുണ്ടെങ്കിൽ അവർ പോകുന്നതിന് മുന്നേ നമ്മൾ പോകണമെന്നായിരിക്കും നമ്മളെ ചിന്ത. ചൈതന്യ മഹാപ്രഭുവിനെ എന്തുമാത്രം ഹരിദാസ് ഠാക്കൂർ അഫെക്ഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഇന്ന് മനസ്സിലാക്കാം. ശരിക്കും ഭീഷ്മദേവരുടെയും ഇച്ഛ അത് തന്നെയായിരുന്നു. അതായത് അദ്ദേഹം ഡയറക്റ്റ് എക്സ്പ്രസ് ചെയ്യാതെ തന്നെ ഒരു ഇച്ഛയായിരുന്നു ഭഗവാന്റെ ആ വൃതാനനാബ്ജം കണ്ടുകൊണ്ട് ഈ ഭൗതിക ലോകത്തുനിന്ന് വിടവാങ്ങണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ശരിക്കും നമ്മൾ കാണുന്നുണ്ട്, ഇപ്പം ഇത്രയും ഇപ്പോൾ പുരോഗമിച്ചപ്പോൾ നമുക്ക് അറിയാനും പറ്റുന്നുണ്ട്, ഭഗവാൻ ആ ഒരു ഒക്കേഷനിൽ ഭഗവാൻ സ്വയം വരികയും ആ ഒരു സിറ്റുവേഷനിൽ ഭീഷ്മദേവന്റെ ആ ഇച്ഛ പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ ആ ഒരു വരവ് അത് ഈ ഒരു ഇച്ഛയ്ക്ക് വേണ്ടി ആണ്. അതാണ് ഒരു റീസൺ ആയിട്ട് പറയുന്നത്. ഒന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് ഭീഷ്മദേവന്റെ ഈ ഒരു ഇച്ഛ പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പേഴ്സണലി അവിടെ ശരശയിൽ കിടക്കുന്ന സമയത്ത് ഭീഷ്മദേവർ എടുത്ത് വന്നത്. ഇനി നമുക്കറിയാം ഭീഷ്മദേവര് ഇച്ഛാമൃത്യു എന്നുള്ള വരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എപ്പോൾ വേണോ മരിക്കാം, അല്ലെങ്കിൽ എങ്ങനെ മരണത്തിനടുത്ത് എത്തുന്നതിന് ചെയ്യുന്നത് ഡിറ്റാച്ച്ഡ് ആയിരുന്നു അദ്ദേഹത്തിന് വേറൊരു ശങ്കയില്ലായിരുന്നു. അപ്പം ഇപ്പോഴാണ് മരണം എന്നുള്ളൊരു ഭയമില്ലായിരുന്നു. സാധാരണ എല്ലാ ശുദ്ധ ഭക്തന്മാരെ പോലെയും അവർ അഭയം അല്ലെങ്കിൽ ഫിയർലെസ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ആ ഒരു എക്സ്റ്റെൻഡിൽ ഈ ബാറ്റിൽ ഫീൽഡിലായിരുന്നു, അല്ലെങ്കിൽ യുദ്ധ സമയത്ത് പാണ്ഡവർ ശരിക്കും പറഞ്ഞാൽ പാണ്ഡവർ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്, ഇപ്പൊ ഭീഷ്മദേവര് കളത്തിലുണ്ടെങ്കിൽ ഒരു രീതിയിലും യുദ്ധം ജയിക്കാൻ പറ്റില്ലെന്ന് അവർക്കറിയാം. അവരുടെ ചാൻസ് വളരെ പ്രോബബിലിറ്റി വളരെ കുറവാണെന്ന് പറയും. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർ ശരിക്കും യുദ്ധ വേളയിൽ വൈകുന്നേരങ്ങൾ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിസിറ്റ് ചെയ്യുമ്പോൾ ഒരു ദിവസം ഇദ്ദേഹത്തിന്റെ ഭീഷ്മദേവരുടെ കൂടാരത്തിൽ ചെല്ലുകയും, ഭീഷ്മദേവർക്ക് പൊതുവേ പാണ്ഡവരുടെ അടുത്ത് വളരെ അഫെക്ഷനാണ്. അപ്പോൾ അവരെ വളരെ നല്ല രീതിയിൽ സ്വീകരിച്ചിരുത്തിയിട്ട് ആ സമയത്ത് ശരിക്കും ഭീഷ്മദേവരുടെ അടുത്ത് പാണ്ഡവർ ചോദിക്കും, ഇങ്ങനെ കൈകൂപ്പി ചോദിക്കും, എങ്ങനെ യുദ്ധത്തിൽ നീക്കം ചെയ്യാൻ പറ്റും, എങ്ങനെ അദ്ദേഹത്തിന് ഡിഫീറ്റ് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുമ്പോൾ ഭീഷ്മദേവർ സ്വയം പറഞ്ഞു കൊടുക്കുകയാണ്, എങ്ങനെ ഈ അമ്പയരെ
ആ സമയത്ത് അംബാലിക ആ സമയത്തുള്ള കഥയും അതിൽ അമ്പയുടെ റിവെഞ്ച് ഇപ്പോഴും അവർക്ക് ഭീഷ്മദേവരെടുത്ത് ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നും അത് കാരണം ശിഖണ്ഡിയായിട്ട് പിറവിയെടുത്തപ്പോൾ ഒരു ഒരു സ്ത്രീ ആയിരുന്നു പിന്നെ പുരുഷനായ ഒരാളായതുകൊണ്ട് ഭീഷ്മദേവർ അങ്ങനെ പ്രതിജ്ഞ എടുത്തുകൊണ്ട് സ്ത്രീയുടെ മുന്നിൽ ഫൈറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ആണ് ലീഡ് ചെയ്യുന്നെങ്കിൽ ശിഖണ്ഡിയാണ് ലീഡ് ചെയ്യുന്നെങ്കിൽ ഞാൻ ഫൈറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞ് ആ സമയത്ത് നിങ്ങൾക്ക് എന്നെ കീഴ്പ്പെടുത്താം എന്നുള്ള രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നു. അപ്പം ശരിക്കും ഭക്തന്മാർക്ക് ഇപ്പം ജീവിക്കുന്നതോ മരിക്കുന്നതോ അങ്ങനെ അവർക്ക് അങ്ങനെ ഒരു അല്ലെങ്കിൽ നല്ലതോ ചീത്തയോ അല്ലെങ്കിൽ കംഫർട്ടബിളോ അൺകംഫർട്ടബിളോ അങ്ങനെ ഒരു സ്റ്റേജേ ഇല്ല. അവരെപ്പോഴും ഭക്തിയിൽ ആണ്ട് കിടക്കുന്നുണ്ട്. അവർക്ക് രണ്ടും ഒരുപോലെയാണ്. ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് വൃതാസുരന്റെ ആ ഒരു ലീലയിലും ഇങ്ങനെ ഒരു ചെറിയൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അപ്പം ഇന്ദ്രൻ ഇങ്ങനെ യുദ്ധം ചെയ്ത് ഇന്ദ്രന്റെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും എടുത്ത് പ്രയോഗിച്ചിട്ട് വൃതാസുരന് ഒരു പോറലും ഏൽക്കുന്നില്ല. ഇന്ദ്രൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. അതായത് എന്ത് ചെയ്യും, ഇങ്ങനെ യുദ്ധം ചെയ്യിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കുമ്പോൾ ധൃതരാഷ്ട്രൻ വന്ന് പറയാണ്, ഭഗവാൻ തന്ന ആയുധം ഉണ്ടല്ലോ അതെടുത്ത് പ്രയോഗിക്കുക, അത് മാത്രമേ ഉള്ളൂ എന്നെ കൊല്ലാനുള്ള വഴി എന്നുള്ളതിൽ. അപ്പം ഇന്ദ്രന് പോലും കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു കാര്യമാണ് വൃതാസുരൻ സ്വയം പറഞ്ഞ് ഇന്ദ്രനെ കൺവിൻസ് ചെയ്യിക്കുന്നത്. അപ്പൊ ഭീഷ്മദേവർ ആ ഒരു രീതിയിലുള്ള ആ ഒരു സ്റ്റേച്ചറിലുള്ള ഒരു ഭക്തനായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരു ആൾ ഈ ലോകത്തുനിന്ന് വിടവാങ്ങുമ്പോൾ ആ സമയത്തുള്ള എല്ലാ മഹത് വ്യക്തികളും ആ ഭീഷ്മദേവരുടെ ശരശയിൽ കിടന്ന സമയത്ത് ഇത് വിറ്റ്നസ് ചെയ്യാനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. കാരണം അവരുടെ അടുത്തുള്ള ആ ഒരു സ്നേഹവും ആദരവും ഒക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ സ്വയം ഭീഷ്മദേവരുടെ മുന്നിൽ ആ സമയത്തുണ്ടായിരുന്നു. അത് ഭീഷ്മദേവരുടെ ആ ഇച്ഛ കാരണമാണ്, ഭഗവാന്റെ മുഖം കണ്ടുകൊണ്ട് ഇവിടെ വാങ്ങണം. ഇനി രണ്ടാമത്തെ ഒരു റീസൺ ഭഗവാൻ അവിടെ വന്നതിന് കാരണം ശരിക്കും എത്രത്തോളം, അതായത് ഈ പാണ്ഡവ കൗരവ യുദ്ധത്തിൽ ഭീഷ്മര് കൗരവരുടെ സൈഡിലായിരുന്നിട്ടും ഭീഷ്മര് അർജുൻ ഉൾപ്പെടെ 5 പേരെയും വധിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രതിജ്ഞ എടുത്തിട്ടും ഈ ദ്രൗപദിയുടെ വസ്ത്രാഭരണത്തിൽ അവരെ ഡിഫെൻഡ് ചെയ്യാനൊന്നും ചെയ്യാതിരുന്നിട്ടും ശരിക്കും ഭഗവാന് ഭീഷ്മദേവരുടെ അടുത്ത് ഫുൾ അഫെക്ഷൻ ഉണ്ടായിരുന്നു. അതൊരു വളരെ ഉയർന്ന ശ്രേണിയിലുള്ള ഒരു ഭക്തന്റെ അടുത്തുള്ള ഒരു അഫെക്ഷനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു അഫെക്ഷൻ പബ്ലിക്കായിട്ട് കാണിക്കാൻ കൂടെ വേണ്ടിയാണ് ഭഗവാൻ അവിടെ പ്രസന്റ് ആയത്. ഇനി മൂന്നാമതൊരു കാരണം പറയുന്നുണ്ട് ഭഗവാൻ അവിടെ വന്നതിന് കാരണം. അതിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ശരിക്കും ഭീഷ്മദേവര് പാണ്ഡു മരിച്ചതിന് ശേഷം ഭീഷ്മദേവര് ശരിക്കും ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെ ഒരു കപ്പാസിറ്റിയിൽ പാണ്ഡവാസിനെ അവരുടെ എല്ലാ കാര്യങ്ങളും ഒരു വളർത്തച്ഛൻ അല്ലെങ്കിൽ മുത്തച്ഛൻ ചെയ്യുന്ന രീതിയിൽ എല്ലാ രീതിയിലും അവരെ ഹെൽപ്പ് ചെയ്തു, അല്ലെങ്കിൽ അവരെ വളർത്തിക്കൊണ്ടുവന്നു. അപ്പം അതിൽ അങ്ങനെ ഒരാൾക്ക് പാണ്ഡവർ ജയിച്ച് നിൽക്കുന്ന ആ ഒരു സക്സസ്ഫുൾ സ്റ്റേജിൽ ഇത്രയും കഷ്ടതകളിൽ കൂടെ പോയി അവർ ഇത്രയും നല്ലൊരു സ്ഥിതി എത്തുന്ന സമയത്ത് അവരുടെ ആ ഫുൾ ഗ്ലോറിയസ് ആയിട്ടുള്ളൊരു സമയം കാണണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് യുധിഷ്ഠിരൻ്റെ ഒരു എന്താ പറയുന്നത്, ഒരു കസിനായിട്ടാണ് വരുന്നത്. ഭഗവാനായിട്ടും പോലെയല്ല വരുന്നത്. യുധിഷ്ഠിരൻ ഒരു വലിയ ചക്രവർത്തിയായിട്ട് കൂടെ ഉള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇതില് സാമീപ്യത്തിൽ ഭഗവാൻ ഒരു കസിനായിട്ട് വന്നു എന്നുള്ള രീതിയാണ് പറയുന്നത്. അതായത് പാണ്ഡവരുടെ ആ ഒരു വിജയം ശരിക്കും ഭീഷ്മദേവർ കാണണം എന്നുള്ള രീതിയിൽ അങ്ങനെ. അപ്പൊ ഈ 3 കാരണങ്ങളാണ് ഭഗവാൻ ശരിക്കും അവിടെ പ്രസന്റ് ആവാൻ, അല്ലെങ്കിൽ ഭീഷ്മദേവരുടെ മുന്നിൽ പ്രസന്റ് ആവാൻ ഉള്ള റീസൺ ആയിട്ട് ആചാര്യന്മാർ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതൊരു എന്താ പറയുക, നമ്മളൊരു സാധാരണ നമ്മളൊരു മരണം നടന്നാൽ, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഒരു അറിയുന്ന ഒരാൾ മരിച്ചാൽ നമ്മളൊരു കസ്റ്റമറി വിസിറ്റ് ആയിട്ട് പോയി അവിടെ ചെന്ന് കുറച്ചു നേരം നിന്നിട്ട്, അല്ലെങ്കിൽ എത്രത്തോളം അടുപ്പമുണ്ട് അതനുസരിച്ച് അത്രയും സമയം സ്പെൻഡ് ചെയ്ത് തിരിച്ചു വരും. അതൊരു മര്യാദ എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ സോഷ്യൽ എറ്റിക്കറ്റാണ്. നമുക്ക് ചിലപ്പോൾ ഒരു മരണത്തിൽ ദുഃഖം കാണില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ അടുത്ത് അത്രയും ഒരു അടുപ്പവും കാണില്ലെങ്കിലും നമ്മളൊരു എന്തെങ്കിലും നാളെ എന്തെങ്കിലും ഉപയോഗപ്പെട്ടാലോ എന്നുള്ള രീതിയിൽ ചിലർ പോയി തല കാണിച്ച്, നമ്മൾ പറയും തല കാണിച്ചിട്ട് വരും, അല്ലെങ്കിൽ പഴയ ഉള്ള രീതിയിൽ ഇത് കുറച്ചുകൂടെ പ്രോമിനൻ്റ് ആയിരുന്നു. ഇപ്പം വളരെ ഒന്നും അടുത്തറിയാവുന്ന ആളാണെങ്കിൽ പോലും ആൾക്കാർ പോകുമായിരുന്നു. അപ്പം ഭഗവാന്റെ കേസിൽ അങ്ങനെ ഒരു കസ്റ്റമറി വിസിറ്റ് അല്ല എന്നാണ് പറയുന്നത്. അതായത് ശരിക്കും
എന്താ പറയുന്നത്, നമ്മൾ ഇപ്പം പാണ്ഡവരെ എടുത്താലും ഭീഷ്മരെ എടുത്താലും അവർ ശരിക്കും ഭഗവാന്റെ ഉയർന്ന ശ്രേണിയിലുള്ള ഭക്തന്മാരായിരുന്നു. ഓക്കെ, അപ്പോൾ അവർക്ക് തമ്മിൽ നല്ല റെസണൻസ് ഉണ്ടായിരുന്നു. അതായത് തമ്മിൽ നല്ല അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ പറ്റും ആ ഒരു ഭക്തിയുടെ ഒരു മൂല്യം. അപ്പോൾ ഭീഷ്മദേവർക്ക് ദുര്യോധനും ഇതുപോലെ ഗ്രാൻഡ് ചൈൽഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലാണെങ്കിൽ പോലും ദുര്യോധന ഇല്ലാത്തൊരു അഫെക്ഷൻ പാണ്ഡവരത്ത് ഉണ്ടാവേണ്ട കാര്യം ശരിക്കും ഭീഷ്മദേവര് പാർഷ്യൽ തന്നെയായിരുന്നു, പാണ്ഡവരത്ത് പാർഷ്യൽ തന്നെയായിരുന്നു. അത് ഈ ഒരു കാരണം കൊണ്ടാണ്, ഈ ഭക്തിയിലുള്ള ഭഗവത് ഭക്തിയിലുള്ള ഊന്നലിന്റെ കാരണമാണ് അത്രയും ഇൻക്ലൈൻഡ് ആവാൻ കാരണം, അവരടുത്തുള്ള അഫെക്ഷൻ. അപ്പോൾ ഭീഷ്മദേവർ ഈ ഒരു ഫുൾ ഒപ്പലൻസിൽ, ശരിക്കും ചക്രവർത്തിയെ പോലെ യുധിഷ്ഠിരൻ വരണ കാണുമ്പോൾ അദ്ദേഹം ശരിക്കും സാറ്റിസ്ഫാക്ഷൻ അടയും, എൻ്റെ മക്കളെ ഈ ഒരു നിലയിലെത്തി എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു 3 കാരണങ്ങൾ ശരിക്കും നമുക്ക് കണ്ടാൽ അറിയാം ഭഗവാൻ എത്രത്തോളം ഒരു ഡ്യൂട്ടിയെ കെയർ ചെയ്യുന്നു. അപ്പോൾ അതാണ് നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ അതിലാണ് ശ്രദ്ധ ഊന്നേണ്ടത്. കാരണം നമുക്ക് ഭക്തിയുത സേവനം ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷനാണിത്. അതായത് ഭഗവാൻ നമ്മൾ എത്രത്തോളം കെയർ ചെയ്യുന്നു എന്നുള്ളൊരു മനസ്സിലാക്കൽ. അപ്പോൾ ഫർദർ പറയുന്നത് പറഞ്ഞാൽ ഭഗവാന് ശരിക്കും ഒരു എക്സ്ട്രീംലി കെയറിങ് നേച്ചറാണ്, അല്ലെങ്കിൽ അത്രയ്ക്ക് ഒരു ലവിങ് നേച്ചറാണെന്നാണ് പറയുന്നത്. അതായത് ഭഗവാൻ എന്ത് ചെയ്യുന്നത് ഭഗവാന്റെ ഈ ഒരു നേച്ചർ കാരണം, അതായത് ഭഗവാൻ ഈ ഒരു രീതിയിൽ ഭഗവാൻ വേറൊരു രീതിയിൽ റെസിപ്രോക്കേറ്റ് ചെയ്യാൻ അറിയില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ഭഗവാൻ എന്തിനിങ്ങനെ ചെയ്തു, എന്തിനങ്ങനെ ചെയ്തു ചില സിറ്റുവേഷനിൽ നമുക്ക് തോന്നാറുണ്ടല്ലേ, ഭഗവാൻ ഈ ഒരു രീതിയിൽ കോൺട്രഡിക്ടറി അല്ലെങ്കിൽ മൊറാലിറ്റിക്ക് എഗെയിൻസ്റ്റോ അല്ലെങ്കിൽ സോഷ്യൽ എറ്റിക്കറ്റ്സിന് എഗെയിൻസ്റ്റോ ചില സമയത്ത് ആക്ട് ചെയ്യുന്നു. അതൊരു ഭക്തനടുത്തുള്ള സ്നേഹം കാരണം അല്ലെങ്കിൽ അതിനടുത്തുള്ള അഫെക്ഷൻ കാരണമാണ്. അപ്പൊ അങ്ങനെയുള്ള റെസിപ്രൊക്കേഷൻ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആ ഒരു രീതിയിൽ ഭഗവാനെ ഭജിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഭഗവാൻ ശരിക്കും ഒരു മാസ്റ്റർ എന്നുള്ള രീതിയിലല്ല ഡിവോട്ടീസിനടുത്ത് പെരുമാറുന്നത്. ഓക്കെ, ഭഗവാൻ ശരിക്കും വിചാരിക്കുന്നത് എന്താണ്, ഒരു ഭക്തന് സന്തോഷം നൽകുമെങ്കിൽ ആ രീതിയിൽ ആക്ട് ചെയ്യാം, അങ്ങനെയാണ് ഭഗവാൻ. ഇപ്പോൾ മുന്നേ ഒരു ലെക്ചറിൽ കേട്ടിട്ടുണ്ട്, ഇപ്പോൾ ഭഗവാൻ തന്നെയാണ് ഈ ഫുൾ ഇതൊരു ഡ്രാമയായിട്ട് കണക്കാക്കാമെങ്കിൽ അല്ലെങ്കിൽ ഒരു ലീല ആയിട്ട് കണക്കാക്കാമെങ്കിൽ ആ ലീലയുടെ ഫുൾ ഡയറക്ടർ ഭഗവാൻ തന്നെയാണ്. പക്ഷെ അദ്ദേഹം ഒരു ആക്ടറും കൂടെയാണ്. അപ്പോൾ ഒരു ആക്ടർ ആക്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും ഡയറക്ടറും ആക്ടറും ഒരാളാണെങ്കിൽ അവർക്ക് കഥയും അതിൻ്റെ കൺക്ലൂഷനും അല്ലെങ്കിൽ ഇതെല്ലാം അറിയാം. പക്ഷെ എന്നിരുന്നാലും ഭഗവാൻ ആക്ട് ചെയ്യുമ്പോൾ ഭഗവാൻ ഒരു ഡയറക്ടർ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് അതിൻ്റെ എൻഡ് അറിയാത്ത രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ യോഗമായ എന്നുള്ള ശക്തി ഭഗവാനെയും അത്രയും എന്താ പറഞ്ഞാൽ അത്രയും ഇതൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇതൊരു അഭിനയം അല്ലാത്ത രീതിയിൽ ഭഗവാൻ അത്രയ്ക്ക് ഇഴകി ചേർന്ന് സ്വയം ഭക്തന് വിട്ടുകൊടുക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കേസിലും ഭീഷ്മദേവന്റെ കേസിലാണെങ്കിൽ നമുക്കറിയാം ഭഗവാന് ഒരു സൈഡിൽ സ്നേഹവും ഇതും, ബാക്കി സൈഡിൽ ഭീഷ്മദേവരടുത്തുള്ള അത്രയ്ക്ക് എൽഡർലി ആയിട്ടുള്ള രീതിയിലുള്ള ആദരവും ഒരു ബഹുമാനവും ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഈ രീതിയിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളും ഭഗവാന് വേണ്ടി എന്തെങ്കിലും സേവനം ചെയ്യുമ്പോൾ അപ്പോൾ ഭഗവാന്റെ ഈ നേച്ചർ അറിഞ്ഞു വേണം നമ്മൾ സേവനം ചെയ്യാൻ. ഇപ്പം അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ചില സമയത്ത് നമ്മൾ മെക്കാനിക്കലായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും, ഇത് കഴിഞ്ഞാൽ ഇത്, അത് കഴിഞ്ഞാൽ ഇത് എന്നുള്ള രീതിയിൽ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, ഡോണ്ട് കൺസിഡർ കൃഷ്ണ ലൈക്ക് എ ഫുഡ് പ്യൂരിഫൈങ് മെഷീൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഭോഗം ഓഫർ ചെയ്യുന്നത് സ്നേഹം കൊണ്ടായിരിക്കില്ല. ഓക്കെ, ഇതൊരു എന്താ പറയുന്നത്, ഇതൊരു ബൈൻഡിങ് ആയിട്ട് അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെന്റ് ആയിട്ട് ഏറ്റെടുത്തുകൊണ്ട് ശരി എന്നും രാവിലെ പുട്ടും കടല അല്ലെങ്കിൽ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഭഗവാൻ ഓഫർ ചെയ്യാം. പക്ഷെ അതൊരു മെക്കാനിക്കലായിട്ട് ഓഫർ ചെയ്ത ആ റെസിപ്രോക്കേഷൻ നമുക്ക് ഭഗവാനായിട്ട് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം നമ്മൾ ആ ഭഗവാന്റെ ഈ ഒരു ഡിസ്പോസിഷൻ അല്ലെങ്കിൽ ഈ ഒരു നേച്ചർ മനസ്സിലാക്കി ആ ഒരു ഫീലിങ്ങോട് കൂടി നമ്മൾ ആ സർവീസ് ചെയ്താൽ അതൊരു വളരെ ചെറിയ സർവീസ് ആണെങ്കിൽ തന്നെയും അത് ഭഗവാൻ നോട്ടീസ് ചെയ്യും. അപ്പോൾ ഒരു സമയത്ത് ശ്രീല പ്രഭുപാദർ ഇതുപോലെ ലെക്ചറിൽ ശരിക്കും ഒരു ബോൾഡായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയുണ്ടായി. അപ്പം അതിൽ പ്രഭുപാദർ പറയുന്നത്, ടിപ്പിക്കലി അദ്ദേഹം പറയുന്നത്, കൃഷ്ണ ഇസ് നോട്ട് അൺഗ്രേറ്റ്ഫുൾ. ഓക്കെ, കൃഷ്ണ ഒരിക്കലും ഇങ്ങനെ കൃതാർത്ഥനല്ലാത്തൊരു വ്യക്തിയല്ല. ഓക്കെ, അപ്പം എന്ത് ചെറിയ സർവീസ് ചെയ്താലും അത് ഭഗവാൻ അത് നോട്ടീസ് ചെയ്തിരിക്കും. അപ്പോൾ ചെറിയൊരു സ്ക്രൂ മുറുക്കുന്ന കാര്യമാണെങ്കിലും
ഭഗവാന് വേണ്ടി കുക്കിംഗ് ചെയ്യണമെങ്കിലും പൂജ ചെയ്യണമെങ്കിലും ചെറിയ രീതിയിൽ അപ്പം ഭഗവാന്റെ അമ്പലം വൃത്തിയാക്കുന്നതാണെങ്കിലും അതിൽ ചെറുതോ വലുതോ സർവീസോ ആവില്ല അല്ല എത്രത്തോളം നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട് നമ്മളെ ഉള്ളാൽ എത്രത്തോളം ഇൻവോൾവ് ചെയ്യുന്നത് അതനുസരിച്ചാണ് ഭഗവാൻ അതിന്റെ മെറിറ്റ് നോട്ടീസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും ഇങ്ങനെ സർവീസ് ഒക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ സർവീസ് ഇങ്ങനെ കുമിഞ്ഞു കൂടുന്നത് പ്രത്യേകിച്ച് ഈ ഫെസ്റ്റിവൽ ദിവസമൊക്കെ എല്ലാവരും തിരക്കിലാണ്, എല്ലാവരും ഡിവോട്ടീസ് എല്ലാവരും തിരക്കില് നമ്മൾ ഓടി നടക്കുന്ന കാണാം. അപ്പൊ ചിലപ്പോൾ നമ്മൾ ഡിവോട്ടീസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർ കുറെ സർവീസ് ഓഫ്ലോഡ് ചെയ്യും. അതായത് അവർ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ ടിപ്പിക്കൽ കോർപ്പറേറ്റ് രീതിയിൽ ഇത് ചെയ്യും, ഔട്ട്സോഴ്സ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആ ഒരു ഭഗവാനുമായിട്ട് റിലേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്നാണ് നമ്മളെ വിടുതലാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി കളഞ്ഞു കുളിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളൊരു നല്ല മാനേജർ അല്ലെങ്കിൽ നമ്മളൊരു മാനിപ്പുലേറ്റർ ആയിട്ട് മാറുകയാണ്. ഇന്നയാളെ കൊണ്ട് ഞാൻ ഇത്ര സർവീസ് ചെയ്യിപ്പിച്ചു, ഓക്കെ ഞാൻ ചെയ്യേണ്ടതായിരുന്നു, പക്ഷേ പേര് എനിക്കിരിക്കട്ടെ, സർവീസ് പുള്ളി ചെയ്യട്ടെ. അപ്പോൾ ശരിക്കും പക്ഷേ അതൊരു ഡ്രൈ ഫീലിംഗ് ആണ്. കാരണം പേരും പെരുമയും മാത്രം കിട്ടും, ശരിക്കുള്ള റെസ്പ്രിക്കേഷൻ കിട്ടുന്ന സർവീസ് ചെയ്യുന്ന ഡ്യൂട്ടിക്കാണ്. അപ്പോൾ നമ്മൾ ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരിക്കുമ്പോഴും ഇപ്പോൾ പല ലീഡേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്, അവർ ശരിക്കും ഇപ്പോൾ ടെമ്പിൾ പ്രസിഡന്റ് ആണ്, ഇപ്പോൾ ചൗപ്പാട്ടിയിലൊക്കെ പോയാൽ നമുക്കറിയാം, ടെമ്പിൾ പ്രസിഡന്റ് ആണെങ്കിലും അവർ ശരിക്കും ഈ ഡിവോട്ടീസ് പ്രസാദം കഴിക്കുന്ന സമയത്ത് ഡിവോട്ടീസിന്റെ പ്ലേറ്റ് ക്ലീൻ ചെയ്യുന്നത് കാണാൻ പറ്റും. ഞാൻ അത്രയും ഹമ്പിൾ പൊസിഷനിലും അവർ ആസ് എ ടെമ്പിൾ പ്രസിഡന്റ് അവരുടെ കേപ്പബിലിറ്റിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരു നോർമൽ ഡിവോട്ടി ആയിട്ടുള്ള സർവീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇതിൽ വർത്തിക്കാൻ നമുക്ക് എപ്പോഴും കഴിയണം, ആ സിംപ്ലിസിറ്റി ഉണ്ടാവാൻ കഴിയണം. ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ചൗപ്പാട്ടിയിൽ ഒരു ലെക്ചറൊക്കെ കേട്ടതാണ് ഗൗരംഗ പ്രഭുവിൻ്റെ. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പം ഹരേ കൃഷ്ണ മന്ത്രിക്കുമ്പോൾ നമ്മളല്ലേ പ്ലീസ് ലോർഡ് രാധാ ആൻഡ് കൃഷ്ണ പ്ലീസ് എൻഗേജ് മീ ഇൻ യുവർ ഡിവോഷണൽ സർവീസ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇത് പ്രാർത്ഥന ഇങ്ങനെയാണെങ്കിലും നമ്മൾ ചിലപ്പോൾ വിചാരിക്കും പ്ലീസ് ഗീവ് ഹിം, അല്ലെങ്കിൽ വേറെ ആൾക്ക്, അതായത് പ്ലീസ് എൻഗേജ് ഹിം ഇൻ യുവർ സർവീസ്, അതായത് വേറെ എന്നെയല്ല വേറെ ആൾക്കാരാണ് എൻഗേജ് ചെയ്യേണ്ടത്. ആ രീതിയിൽ ചിലപ്പോൾ നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് മാറാൻ ഉള്ള സിറ്റുവേഷൻ വരാറുണ്ട്. അപ്പം നമുക്കതിൻ്റെ ആ ഒരു മൂല്യം അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രയും, കാരണം കൂടുതൽ നമ്മൾ ഈ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽ ആയിട്ടുള്ള ജോലി, അതിലുള്ള പൊളിറ്റിക്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇടപഴകുന്നതുകൊണ്ട് അതേ ഒരു മെന്റാലിറ്റി നമ്മൾ ഡിവോഴ്സ് സർവീസിൽ കൊണ്ടുവരാൻ നോക്കും. ഇപ്പോൾ ചിലപ്പോൾ ചില ഡിവോട്ടീസിനടുത്ത് ഇന്ററാക്ട് ചെയ്യുമ്പോൾ തന്നെ അറിയാം അവർ എത്ര സിൻസിയർ ആയിട്ടാണ് ചെയ്യുന്നത്. അവർ വേറൊരു കോർണറും കട്ട് ചെയ്യാതെ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടാണ്. പക്ഷെ ചില നമുക്ക് അസോസിയേറ്റ് ചെയ്യുമ്പോൾ അറിയാം എന്ത് തോന്നുന്നു ഡിപ്ലോമാറ്റിക് ആണ് അവർ. അപ്പോൾ നമുക്ക് ആ ഒരു കണക്ട് ഫീൽ ചെയ്യാറില്ല. അപ്പോൾ അവർ ആ ഡിപ്ലോമസി ആ ശരിക്കുമുള്ള ആ രസത്തിനെ കട്ട് ചെയ്യാം. ഇപ്പോൾ പ്രഭുപാദർ പറഞ്ഞ പോലെ ശരിക്കും നമ്മുടെ മാസ്റ്റർ എത്രത്തോളം അതിനെ ആ ഒരു വാല്യൂ ചെയ്യുന്നുള്ളത് നോക്കിയാൽ നമ്മൾ എന്ത് സർവീസ് നമ്മൾ അത്രയും സൂക്ഷ്മതയോടുകൂടിയും അത്രയും സ്നേഹത്തോടെയും അല്ലെങ്കിൽ അത്രയും ഭക്തിയോടുകൂടിയും നമ്മൾ ചെയ്യും. അപ്പോൾ ഇത് ഒരു പടി കൂടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ചൈതന്യ ലീലയിൽ ചൈതന്യ മഹാപ്രഭു വാസുദേവ ദത്തയുടെ അടുത്ത് ഇങ്ങനെ പറയും, ഓക്കെ നിങ്ങൾ ആ സർവീസ് ആറ്റിറ്റ്യൂഡ് കൊണ്ട്, ഓക്കെ എന്നെ നിങ്ങളുടെ ആ ഒരു ഭക്തിയിലുള്ള ഗുണങ്ങൾ കൊണ്ട് നിങ്ങൾ എന്നെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നെ വാങ്ങിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. യു പർച്ചേസ്ഡ് മീ എന്നാണ് പറയുന്നത്. ഓക്കെ ഇനി നിനക്ക് ഏത് സ്ഥലത്ത് ഏത് ചന്തയിൽ കൊണ്ടുപോകണമെങ്കിലും പോയി വിൽക്കാം എന്നാണ് പറയുന്നത്. അതായത് ഞാൻ നിന്റെ പ്രോപ്പർട്ടി ആയിരിക്കുന്നു ഇന്ന് മുതൽ എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് ഇതൊരു വെറുതെ പറഞ്ഞല്ല, ഇതൊരു ജസ്റ്റ് ഒരു ഇതിനു വേണ്ടി പറഞ്ഞല്ല, ഇതിനൊന്നും ഇത് തെറ്റിദ്ധരിക്കരുതെന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ ചൈതന്യ മഹാപ്രഭു വാസുദേവ ദത്തയുടെ അടുത്ത് ഈ ഒരു രീതിയിൽ ഡിക്ലെയർ ചെയ്യുന്ന ആ ഒരു എക്സ്ചേഞ്ച് നടത്തുന്നത് അത്രയ്ക്ക് ഭഗവാൻ കടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ സെയിം ഇത് നമ്മൾ കൃഷ്ണന്റെ ലീലയിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഗോപികമാർ ചെയ്യുന്ന ആ ഒരു ലവിങ് റെസ്പ്രിക്കേഷൻ കാരണം ഭഗവാൻ പറഞ്ഞ ഐ കനോട്ട് റീപേ യു, എനിക്ക് ഒരിക്കലും നിങ്ങളുടെ കടം തിരിച്ച് അല്ലെങ്കിൽ ഈ ഒരു സർവീസ് തിരിച്ച് ചെയ്യാൻ എനിക്ക് സാധിക്കില്ല. കാരണം അപ്പം ഭഗവാൻ അത്രയ്ക്ക് ബേർഡൻഡ് ആണ് നമ്മുടെ ലവിങ് റെസ്പ്രിക്കേഷന് വേണ്ടി. അപ്പോൾ
ഇപ്പൊ ചൈതന്യ മഹാപ്രഭു ആണെങ്കിൽ ഭഗവാൻ തന്നെയാണ് അല്ലേ? ഭഗവാന്റെ തന്നെ ഭക്തന്റെ മോഡിൽ വന്നിട്ട് നമ്മുടെ സെൽഫ്ലെസ് സർവീസും സാക്രിഫൈസും പഠിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇതറിഞ്ഞ് നമ്മൾ ഡിവോഷണൽ സർവീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഭഗവാനെ കംപ്ലീറ്റ്ലി പർച്ചേസ് ചെയ്യാൻ പറ്റും. ഈ ഒരു പോയിന്റ് രൂപ ഗോസ്വാമി പ്രഭുപാദര് ഭക്തിരസാമൃത സിന്ധുവിലും പറയുന്നുണ്ട്. ഭഗവാന് ശരിക്കും വളരെ പെട്ടെന്ന്, അതായത് ഇത്രയും ഈ ഫുൾ ലോകത്തിൻ്റെ അധിപനായ ഭഗവാന് ഒരു മെറ്റീരിയൽ ആയിട്ടുള്ള ബെനഡിക്ഷൻ കൊടുക്കാൻ ശരിക്കും നിമിഷങ്ങൾ മതി അല്ലേ? ഇപ്പോൾ ഒരാൾ ധനത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു പൊസിഷന് വേണ്ടിയോ അല്ലെങ്കിൽ ഒരു വേറെ എന്ത് ഭൗതികമായ ഒരു ആഗ്രഹമാണെങ്കിലും ഭഗവാൻ ഇത് കൊടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. കാരണം വേറെ ഒരു വളരെ ഒരു നെഗ്ലിജിബിൾ ആയിട്ടുള്ള ഒരു ബെനഡിക്ഷനാണ്, മെറ്റീരിയൽ ആയിട്ടുള്ള ബെനഡിക്ഷൻ. പക്ഷേ നമ്മൾ ഡിവോഷണൽ സർവീസിന് ഭഗവാന്റെ ഭക്തി ഇത് സേവനം, അല്ലെങ്കിൽ ഭഗവാന്റെ ഭക്തിയുത സേവനമോ ഭഗവാന്റെ ഭക്തന്മാരുടെ സേവനമോ അങ്ങനെ എളുപ്പമൊന്നും ആർക്കും കൊടുക്കില്ല എന്നാണ് പറയുന്നത്. കാരണം അങ്ങനെ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരത് പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഭഗവാനെ തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നുള്ളത് കൊണ്ട് അത് വളരെ കെയർഫുൾ ആയിട്ടേ കൊടുക്കാറ്. പക്ഷെ ആ സ്റ്റോർ ഹൗസ് ആണ് ശരിക്കും ചൈതന്യ മഹാപ്രഭു തരുന്നത്. ചൈതന്യ മഹാപ്രഭു ഒരു വിവേചനം ഇല്ലാതെ ഡിവോട്ടീസിന്, അല്ലെങ്കിൽ ഡിവോട്ടിയാണോ ഡിവോട്ടി ആവുമോ അങ്ങനെയൊന്നും ചിന്തിക്കാതെ അദ്ദേഹം ഈ സ്റ്റോർ ഹൗസ് തുറന്ന് വിതരണം ചെയ്തു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ശരിക്കും ഇതും ഗൗരംഗ പ്രഭുവിൻ്റെ ലെക്ചറിൽ നിന്ന് കേട്ടതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ ചൈതന്യ മഹാപ്രഭു ഈ ഒരു മെർസി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ ഒരു വേറൊരു സന്ദർഭമായിട്ട് അദ്ദേഹം ഇക്വേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ബോംബെയിലൊക്കെ നമ്മൾ റോഡിൽ കാറിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ അവിടെയൊക്കെ സാധാരണ ട്രാഫിക് ലൈറ്റ് ഇപ്പോൾ 360 സെക്കൻഡ്സ്, ഇപ്പോൾ 5 മിനിറ്റ് 7 മിനിറ്റ് ഒക്കെയാണ്. അതായത് നമ്മൾ വാഹനം റെഡ് ലൈറ്റ് കത്തി ഒരു 360 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ മൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ ഡിവോട്ടീസ് ഈ ബുക്ക് ഡിസ്ട്രിബ്യൂഷനൊക്കെ ചെയ്യുന്ന ഈ ട്രാഫിക് സിഗ്നലിലാണ്. നമ്മൾ സാധാരണ ഈ കടക്കാരൊക്കെ ചെയ്യുന്ന പോലെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ബുക്ക് 50% ഡിസ്കൗണ്ടിന് തരാൻ പറ്റും, ഇപ്പോഴത്തെ ഓഫർ മാത്രമേ ഉള്ളൂ. അതായത് ഈ 5 മിനിറ്റ് അവർ വാങ്ങിച്ചില്ലെങ്കിൽ അവർക്ക് ആ ഒരു ഓഫർ പോകും, ആ ഒരു അർജൻസിയും ഇതല്ല. അപ്പോൾ അങ്ങനെ ഡിവോട്ടീസ് ഇങ്ങനെ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ കൂടുതലും എക്സാക്ട് ഇതായിട്ട് ചെയ്യുന്നത് നല്ല ഇങ്ങനത്തെ ലോങ് ട്രാഫിക് സിഗ്നൽ. അപ്പോൾ അവർക്ക് സമയം കിട്ടും, 7 മിനിറ്റും 5 മിനിറ്റും അവർക്ക് മാറാനായി സമയം കിട്ടും. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഈ ബോംബെയിലായതുകൊണ്ട് പല കാര്യങ്ങളും ഒരേ സമയം നടക്കും. അപ്പോൾ സാധാരണ സമയത്ത് ഈ ഭിക്ഷക്കാർ വരും, ഇതുപോലെ വലിയ അവർക്കറിയാം ഏത് കാറാണ് ഏറ്റവും മികച്ച കാറാണെന്ന്. അപ്പോൾ അവർ വലിയ കാറുകളുടെ അടുത്ത് ആദ്യം അപ്രോച്ച് ചെയ്യും. എന്നിട്ട് ചിലപ്പോൾ ഗ്ലാസ് തുടയ്ക്കാൻ വേണ്ടിയിട്ട് അവരെ സാധനങ്ങളൊക്കെ കാണും, അത് തുടച്ചു കൊടുത്തിട്ട് കൈ നീട്ടും. ചിലർ വെറുതെ ഡ്രൈവർ സൈഡിൽ ചെന്നിട്ട് കൈ നീട്ടും, ഒന്നും കഴിക്കാൻ ഇല്ല, വിശപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഒരു സമയത്ത് ഒരു ഡിവോട്ടി ഇദ്ദേഹം നോക്കിയിരിക്കുന്ന സമയത്ത് ഇതുപോലൊരു ഭിക്ഷക്കാരൻ ഒരു വലിയൊരു ഹൈ എൻഡ് കാറിൽ ഇങ്ങനെ മുട്ടിയിട്ട് അദ്ദേഹം ഗ്ലാസ് തുറക്കുന്നു. അദ്ദേഹം ചോദിക്കും, ഞാൻ 2 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് എനിക്ക് കഴിക്കാനൊന്നുമില്ല. അപ്പം ഈ അകത്തിരുന്ന ആൾ ഒരു ബാഗ് ഇങ്ങനെ തുറക്കും, അതിൽ ഫുൾ നോട്ട് കെട്ടായിരുന്നു. അതിലൊരു നോട്ട് കെട്ട് അങ്ങനെ എടുത്ത് ഇദ്ദേഹത്തിന് കൊടുക്കും, ഭിക്ഷക്കാരന് കൊടുക്കും. അദ്ദേഹം ഇങ്ങനെ ജീവിതത്തിൽ കിട്ടിയിട്ടില്ലാത്തൊരു ഭിക്ഷ സ്വീകരിച്ച് അദ്ദേഹം സന്തോഷമായിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്യും. ഈ ഡിവോട്ടി ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഗൗരംഗ പ്രഭു ഇക്വിറ്റി എങ്ങനെയാണ്, അപ്പൊ അദ്ദേഹം ശരിക്കും സ്വഭാവത്തിലല്ലായിരുന്നു ഈ എടുത്തു കൊടുത്ത ഉടമസ്ഥൻ. അദ്ദേഹം ഡ്രങ്കോ ഇൻടോക്സിക്കോ എന്തോ ആയിരുന്നു. അപ്പൊ അദ്ദേഹം ആ ഒരു മാഡ്നസ് ഇങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ ചൈതന്യ മഹാപ്രഭു മെസ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഒരു ക്രൂഡ് അനോളജി ആയിട്ട് ഇത് പറയാം. അതായത് അദ്ദേഹം ശരിക്കും ഭഗവാന്റെ അത്രയും, ഭഗവാൻ കൃഷ്ണൻ അത്രയും ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാതെ ഈ മെർസി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇത് വളരെ റെയർ ആയിട്ടുള്ളൊരു സംഭവമാണെങ്കിൽ പോലും ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, എല്ലാവരും ഇത് ഭക്തി സേവനത്തിൽ ഏർപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ അതിന്റെ കോൺട്രറി ആയിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യങ്ങൾ പൊസസ് ചെയ്യണം, നമുക്ക് അതിനെ ഇത് വെച്ചിട്ട് നമുക്ക് എൻജോയ് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ഒരു ഭക്തൻ്റെ അടുത്ത് എത്തുമ്പോൾ നമ്മൾ ഈ ഒരു മെന്റാലിറ്റി നമുക്ക് മാറും. ശരിക്കും ഒരു ശുദ്ധ ഭക്തനെ എത്തുമ്പോഴും നമുക്ക് അറിയാൻ പറ്റും അവരെങ്ങനെയാണ് ഒരു സാധനവും പൊസസ് ചെയ്യാതെ ഭഗവാന് വേണ്ടി അതിനെ സർവീസിൽ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അവരൊരു കാര്യം പൊസസ് ചെയ്യുന്നെങ്കിൽ അത് അവരുടേതല്ലാത്ത രീതിയിൽ ഭഗവാന്റെ സേവനത്തിൽ ഉൾപ്പെടുത്താനാണ് അവർ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ശരിക്കും ഏറ്റവും
വലിയൊരാൾ, അതായത് ഏറ്റവും ഈ ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ആളുടെ അഫക്ഷനാണ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ സാധാരണ ഇത് നമ്മുടെ ലിറ്റററി അല്ലെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷനെയൊക്കെ പറ്റി കുറച്ച് വമ്പ് കൊള്ളാറുണ്ട്. ഇപ്പോൾ ചിലർ കോളേജിൽ അല്ലെങ്കിൽ നല്ല എഡ്യൂക്കേഷണൽ സിറ്റുവേഷനിലൊക്കെ ഉള്ളവർ. അപ്പോൾ ആ ഒരു കേസിൽ നമുക്ക് ഇപ്പോൾ എഴുതാനും വായിക്കാനും അറിയാത്ത നിരക്ഷരനായ ബ്രാഹ്മണൻ ശ്രീരംഗത്ത് ചൈതന്യ മഹാപ്രഭു വിസിറ്റ് ചെയ്ത സമയത്ത് ഈ ബ്രാഹ്മണൻ, അദ്ദേഹത്തിന് എഴുതാനും വായിക്കാനും അറിയില്ല. അപ്പോൾ അദ്ദേഹം ഭഗവത്ഗീത വായിച്ചുകൊണ്ടിരിക്കുകയാണ്. വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പേജുകൾ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ ബ്രാഹ്മണർ ഇതൊക്കെ പഠിച്ചവർ, വേദങ്ങളും ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചവർ ഇദ്ദേഹത്തിന് വന്നിട്ട് കളിയാക്കും. നിങ്ങൾ എഴുതാനും വായിക്കാൻ അറിയാതെ എന്തുവാണ് ഭഗവത്ഗീത വായിക്കുന്നത്. അങ്ങനെ കളിയാക്കി അവരുടെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്ന സമയത്ത് ശരിക്കും ചൈതന്യ മഹാപ്രഭു വന്നിട്ട് ഇങ്ങനെ ചോദിക്കും, നിങ്ങൾ എങ്ങനെയാണ് ഇത് വായിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ പറയും, എൻ്റെ സ്പിരിച്വൽ മാസ്റ്റർ എനിക്ക് ഗുരു പറഞ്ഞത് നീ ഇത് വായിക്കണം, എന്നും 18 ചാപ്റ്ററും വായിക്കണം. പക്ഷെ എനിക്ക് എഴുതാനും വായിക്കാനും അറിഞ്ഞു, അതുകൊണ്ട് ഞാൻ ഈ പേജുകൾ മറിക്കും. അപ്പോൾ ആ പേജുകൾ മറിച്ച് ഞാൻ അങ്ങനെ ഭഗവാന്റെ അസോസിയേഷൻ എടുക്കും എന്ന് അദ്ദേഹം പറയും. അപ്പോൾ ചൈതന്യ മഹാപ്രഭു പറയും, പക്ഷെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ മറിക്കുമ്പോൾ കുറച്ച് കരയാറുണ്ടല്ലോ, ഇങ്ങനെ വിതുമ്പി കരയാറുണ്ടല്ലോ. അപ്പോൾ അദ്ദേഹം പറയും, അത് ശരിക്കും ഭഗവാനും അർജുനായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ ആ ഫോട്ടോസൊക്കെ വരുമ്പോൾ എനിക്ക് തോന്നുന്നു ഭഗവാൻ എന്തുമാത്രം ദയാലുവാണ്. അതായത് ഭഗവാനായിട്ട് പോലും അർജുനൻ്റെ സാരഥിയായിട്ട് അർജുനൻ്റെ ചവിട്ടും അല്ലെങ്കിൽ അർജുനൻ്റെ ഡയറക്ഷനൊക്കെ കൈക്കൊള്ളാൻ ഉള്ള രീതിയിൽ ഒരു സാരഥിയായിട്ട് വർത്തിച്ചല്ലോ എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു മൂഡ്. അപ്പോൾ ഡിവോട്ടീസുമായിട്ട് ഭഗവാൻ ഒരിക്കലും ഒരു ഡിവോട്ടിയെ കൺട്രോൾ ചെയ്യണമെന്നോ ഇങ്ങനെ പൊസസ് ചെയ്യണമെന്നൊരു ഫീലില്ല. ഭഗവാൻ ഒരു ഡിവോട്ടിയുടെ ഹാപ്പിനെസ്സിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഭക്തി കൂട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. അപ്പോൾ നമുക്കൊരു ജെനുവിൻ ഒരു സർവീസ് മെൻറ്റാലിറ്റി ഉണ്ടെങ്കിൽ ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ കാണും. അപ്പോൾ ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സഞ്ജയൻ ഭഗവത്ഗീതയിൽ പറഞ്ഞ പോലെ എവിടെയൊക്കെയാണോ അർജുനും കൃഷ്ണനും ഉള്ളത്, അവിടെ ശരിക്കും വിജയം ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ നമ്മുടെ ലൈഫിലും ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പല സമയത്തും നമ്മൾ വളരെ ക്രൈസിൽ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വിക്ടറി അല്ലെങ്കിൽ അതിനെ തരണം ചെയ്യാനും പറ്റും. നമുക്ക് ഈ സങ്കീർത്തനം, ശ്രീകൃഷ്ണ സങ്കീർത്തനത്തിൻ്റെ ആ ഒരു ഫുൾ എഫക്ട്സ് കിട്ടുകയും ചെയ്യും. ഓക്കെ, ഇനി പറയുകയാണെങ്കിൽ നമുക്ക് യുധിഷ്ഠിരൻ്റെ ആ ഒരു ഒപ്പലൻസിനെ പറ്റി പറയാം. ശരിക്കും പറഞ്ഞാൽ യുദ്ധമൊക്കെ കഴിഞ്ഞ് യുധിഷ്ഠിരൻ മഹാരാജാവ് ഇങ്ങനെ വരുന്ന സമയത്ത്, അത് ശരിക്കും ഭീഷ്മദേവരെ കാണാൻ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ സമ്പത്തെന്ന് പറഞ്ഞാൽ കുബേരൻ്റെ അത്രയും ഉണ്ടായിരുന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ കുബേരനാണ് നമ്മൾ പറയുന്നത് ഏറ്റവും നീ ആര് കുബേരൻ്റെ മോനോ എന്ന് നമ്മൾ ഇടയ്ക്കും ചോദിക്കാറുണ്ട് അല്ലേ, നമ്മൾ ഒരുപാട് ചെലവഴിക്കുന്ന ഒരാളോ അങ്ങനെയൊക്കെ കാണുമ്പോൾ. അപ്പോൾ കുബേരനാണ് ഏറ്റവും വലിയ ദേവന്മാരിലെ ട്രഷറർ. അപ്പോൾ അദ്ദേഹത്തിനെക്കാളും സമ്പത്ത് ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ കൂടെ ഇപ്പം നമ്മൾക്കറിയാം, ഇത്രയും വനവാസവും അതുപോലെ യുദ്ധവും ഇതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു ഡിഫിക്കൽട്ട് പീരീഡ് കഴിഞ്ഞ് അവർ വിക്ടോറിയസ് ആയിട്ട് എമേർജ് ചെയ്തപ്പോൾ അത്രയും നല്ലൊരു സിറ്റുവേഷനിലാണ് അവർ എമേർജ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇതും ചെയ്യുന്നത് യുധിഷ്ഠിരനേക്കാളും കൂടുതൽ ഭീഷ്മരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ചെയ്യുന്നത്. അത്രയൊരു ഓപ്പുലൻസിൽ ഭീഷ്മദേവടുത്ത് വരുന്നത്, ഫുൾ കിങ്ലി റോയൽ ഓർഡറിൽ വരുന്നത്. അപ്പോൾ എപ്പോഴും ഈ ഒരു മത്സരം എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. അതായത് ഭഗവാന് ഭക്തനെ ഹാപ്പി ആക്കണം, ഭക്തന് ഭഗവാനെ സേവിക്കണം. ഈ ഒരു കോമ്പറ്റീഷൻ. പക്ഷെ എപ്പോഴും ജയിക്കുന്ന ആരായിരിക്കും? ഭഗവാനായിരിക്കും, കൃഷ്ണനായിരിക്കും എപ്പോഴും. അപ്പോൾ എപ്പോഴും ഭഗവാനായിരിക്കും ഈ ഒരു റെസിപ്രോക്കേഷനിൽ മുന്നിട്ട് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്ചേഞ്ചിൽ നമുക്കറിയാം അവരൊക്കെ റിലേറ്റഡ് ആണ്, ബന്ധുക്കളാണ്. അതായത് ഭഗവാൻ കൃഷ്ണൻ പാണ്ഡവരുടെ കസിനാണ്, ഭീഷ്മദേവരും ആ രീതിയിൽ റിലേറ്റഡ് ആണ് അല്ലേ. ഭീഷ്മദേവ അവരുടെ കസിനാകുമ്പോൾ ഓൾമോസ്റ്റ് ഭഗവാന്റെയും ഗ്രാൻഡ് ഫാദറായിട്ട് തന്നെ ആ രീതിയിൽ വരും. പക്ഷെ എന്നാലും ആ ഒരു സമയത്തും ഭീഷ്മദേവര്
യുദ്ധത്തിന് മുന്നേ നടന്ന രഹസ്യയജ്ഞത്തിൽ അദ്ദേഹം ശരിക്കും ഭഗവാന്റെ ആ സുപ്രീം പൊസിഷൻ വിളിച്ച് പറഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, ശരിക്കും ആ ഒരു ഇതിൽ ഭഗവാൻ സ്നേഹവും ആദരവും നൽകുന്ന ഒരാളാണെങ്കിൽ പോലും ഭഗവാന്റെ പൊസിഷൻ ഭീഷ്മദേവന് കറക്റ്റായിട്ട് അറിയായിരുന്നു. ഓക്കെ, അപ്പോൾ ഭഗവാൻ ഇത് അറിയായിരുന്നു, അദ്ദേഹത്തിന് അറിയാമോ? അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ ഒരു നമ്മളൊരു വരിഷ്ഠ ഭക്തൻ്റെ അടുത്ത് ചെന്ന് നമ്മൾ തന്നെ കുമ്പിടുമ്പോൾ ഒന്ന് ചിലപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഒരു കസ്റ്റമറി അല്ലെങ്കിൽ ഒരു 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 എറ്റിക്വറ്റ് ആയിട്ട് നമുക്ക് ബോ ഡൗൺ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രണമിക്കുകയോ, നമ്മൾ സാധാരണ മെസ്സേജ് ഒക്കെ പറയാൻ ദണ്ഡവത് പ്രണാം എന്ന് പറഞ്ഞ് നമ്മൾ പറയുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ അത്രയും ഇതൊരു എറ്റിക്വറ്റ് എന്നുള്ള രീതിയിലാണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, പക്ഷെ ഭഗവാൻ ശരിക്കും ഭീഷ്മദേവരുടെ മുമ്പിൽ ഭഗവാൻ ആ ഒരു സന്നിധിയിൽ ഭഗവാൻ പ്രണാമം ചെയ്തു. അദ്ദേഹം ശരിക്കും ഒരു മര്യാദയായിട്ടോ അല്ലെങ്കിൽ ഒരു റിച്വലായിട്ടോ അല്ല ചെയ്തത്. ഭഗവാൻ ഫുൾ ആൻഡ് ഫുൾ ആ റെസ്പെക്ട് ഹാർട്ടിൽ ക്യാരി ചെയ്തുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ആ മര്യാദ പാലിക്കുന്നത് ഇപ്പം സോഷ്യൽ സർക്കിൾസിൽ അതെല്ലാം ഓക്കെയാണ്, കാരണം അതിലൊന്നും ലവിങ് ഫീലിംഗ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ഭക്തിയുത സേവനത്തിൽ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം എന്നാലേ ആ ഒരു റെസിപ്രൊക്കേഷൻ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ ഭഗവാനായിട്ടുള്ള. അപ്പം നമ്മൾ ഒരാളെ ഓണർ ചെയ്യുമ്പോൾ, ഒരു ഡിവോട്ടിയെ ഓണർ ചെയ്യുമ്പോൾ ശരിക്കും ഭഗവാൻ അത് ഇഷ്ടപ്പെടും. കാരണം ഭഗവാന്റെ നേച്ചർ അങ്ങനെയാണ്. ഇപ്പോൾ ഭഗവാൻ ഭക്തന്മാരുടെ എവിടെയാണോ സേവിക്കുന്നത്, ശുദ്ധ ഭക്തന്മാരെ സേവിക്കുന്ന ആ ഒരു സ്ഥിതിയിൽ ഭഗവാനാണ് സന്തോഷപ്പെടുന്നത്. ഇപ്പോൾ ചിലപ്പോൾ ഞാൻ ഡിവോട്ടി സർക്കിൾസിലും കാണാറുണ്ട്. ഇപ്പോൾ ചിലർ നമ്മൾ പലരും പല ശ്രേണിയിൽ ആദരിക്കുന്നുണ്ടെങ്കിലും ചിലരെടുത്ത് വളരെ നല്ല രീതിയിൽ ഡിവോട്ടീസ് പെരുമാറും. ഓക്കെ, ചിലരെ തീരെ ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിസ്നേഡോടി അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ്ലി ഡിസ്ഇൻട്രസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ പെരുമാറും. പക്ഷെ ഭഗവാന്റെ ഭക്തിയിൽ അങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കാൻ പാടില്ല. നമുക്ക് ഭഗവാന്റെ ഭക്തരാണെങ്കിൽ നല്ല ഉത്തമ ശ്രേണിയിലുള്ളതും അല്ലെങ്കിൽ മധ്യമ ശ്രേണിയിലും കനിഷ്ഠ ഭക്തന്മാരും ആയിരിക്കും. പക്ഷെ നമ്മൾ അവരെ ട്രീറ്റ് ചെയ്യുന്നത് അഫക്ഷനോട് കൂടി തന്നെ ആയിരിക്കും. നമ്മൾ അസുരന്മാരെ മാറ്റി നിർത്താറുള്ളൂ. അപ്പോൾ ഭഗവാൻ ഈ ഒരു ലവിങ് റെസിപ്രൊക്കേഷൻ എത്രമാത്രം എൻജോയ് ചെയ്യുന്നുള്ളത് നമുക്ക് ബ്രഹ്മവിമോഹന ലീല അല്ലെ ബ്രഹ്മാവിൻ്റെ പ്രയർസ് പറയുന്ന സമയത്ത് ഭഗവാൻ കാണിച്ച ഒരു ഡിസ്ഇൻട്രസ്റ്റ് വഴി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അദ്ദേഹം ഈ ബ്രഹ്മാവ് ഇത്രയും വലിയ ശ്ലോകം അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രയേഴ്സ് പറയാണ്. അപ്പോൾ ഭഗവാൻ ഇങ്ങനെ ഇത് എപ്പോൾ തീരും എന്ന് പറഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് എന്നാലേ എനിക്ക് എൻ്റെ ഗോപ ബാലന്മാരുടെ അടുത്ത് പോയിട്ട് ഭോഗം കഴിക്കാൻ പറ്റൂ, അല്ലെങ്കിൽ അവരുമായിട്ട് ലഞ്ച് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഒരു ഫോർമൽ എറ്റിക്കറ്റും അതിലും ഉപരിയായിട്ട് ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള പക്ഷെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു ലവിങ് നേച്ചറിനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ നമ്മളെ സാധന ഭക്തി ചെയ്യുമ്പോഴും, നമ്മൾ പ്രേയേഴ്സ് ഓഫർ ചെയ്യുമ്പോഴും, നമ്മുടെ ആരതി ചെയ്യുമ്പോഴും അവിടെ റിച്വലിസ്റ്റിക് ആയിട്ട് നമ്മൾ പറയും ഇത്ര തവണ ഇത്ര ഓരോ കാര്യം ഇതിന് ശേഷം ഇന്ന കാര്യം ഓഫർ ചെയ്യണം. ഇതൊക്കെ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള വിധികൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് ആ ഡിവോഷൻ നമ്മളത് എക്സ്പ്രസ് ചെയ്യണം നമ്മുടെ ആ ഒരു സർവീസ്. ഇല്ലെങ്കിൽ അത് വളരെ ഡ്രൈ ആയിട്ട് പിന്നെ നമുക്ക് തിരിച്ച് അത്രയും ഭക്തി ചെയ്യാൻ പറ്റാത്ത രീതിയിൽ തന്നെ നമ്മൾ ഭയങ്കര ഹാർഷാവും ഡിവോട്ടീസ്. അപ്പോൾ ഭഗവാൻ ഈ ഒരു രീതിയിൽ ഈവൻ ഭഗവാന് തന്നെ ഇഷ്ടം ഭഗവാൻ ഒരു സുപ്പീരിയറിൻ്റെ കീഴിൽ അദ്ദേഹത്തിനെ ഭക്തന്മാർ വാത്സല്യത്തോടു കൂടി ട്രീറ്റ് ചെയ്യുന്നതാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അപ്പം അദ്ദേഹം അങ്ങനെയുള്ള ഉച്ച ശ്രേണിയിലുള്ള ഭക്തരെ യശോദമയും നന്ദമാരൊക്കെ ആയിട്ട് വാഴിക്കും. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ഇപ്പം വേദ ഗ്രന്ഥങ്ങളിലുള്ള പുകഴ്ത്തലിനേക്കാളും കൂടുതൽ അദ്ദേഹം അത് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഭഗവാൻ എല്ലാം ഈ എറ്റിക്വറ്റ് ഭഗവാൻ സ്വന്തം ആക്ടിവിറ്റീസ് കൂടെ പഠിപ്പിച്ചു തരികയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രോപ്പർ മൂഡ്, ഇത് എങ്ങനെയാണ് ഒരു വ്യക്തിയെ, ഒരു ഡ്യൂട്ടി തന്നെ അല്ല, ഒരു സാധാരണ വ്യക്തിയെ തന്നെ എങ്ങനെ റെസ്പെക്ട് ചെയ്യണമെന്ന് ഭഗവാൻ പഠിപ്പിച്ചു തരും. അപ്പം നമ്മൾ ഇങ്ങനെ ഉള്ള രീതിയിൽ വർത്തിക്കുമ്പോൾ ഇത് തന്നെ കണ്ട് ബാക്കിയുള്ളവർക്ക് ഭഗവാനെ പറ്റി മനസ്സിലാവും, അല്ലെങ്കിൽ ഭഗവാനെ പറ്റി ഓർമ്മ വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ വലിയ പ്രീച്ചിങ്ങോ അങ്ങനെയൊന്നും ചെയ്യാതെ തന്നെ നമ്മൾ ആക്ഷൻസ് അതിൽ
ആക്ഷൻസിൽ ഈ ഒരു സ്പിരിറ്റ് ഉണ്ടെങ്കിൽ അത് ശരിക്കും ഡിവോട്ടീസ് അല്ലെങ്കിൽ അഭക്തന്മാർക്ക് അത് അനുഭവവേദ്യമാവും എന്നാണ് പറയുന്നത്. എന്നിട്ട് നമ്മൾ എൻവിയസ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് സേഫ് ഡിസ്റ്റൻസ് ഇട്ട് നിന്നാലും മതി. ബാക്കി ഡിവോട്ടീസ് താനെ ഇൻസ്പയർഡ് ആവും ഡിവോഷൻ സർവീസ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു അതെന്ന് പറയുന്നത് ഭീഷ്മദേവരുടെ ആ ഒരു വിടവാങ്ങുന്ന ഘട്ടത്തിൽ അതൊരു യൂണിവേഴ്സൽ ഇവൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. എല്ലാ പ്ലാനറ്റിൽ നിന്നും ആൾക്കാർ വരും, ഡിവോട്ടീസ് വരും. ഭഗവാൻ സ്വയം വന്നു ആ ഒരു ഫുൾ ഈ പറഞ്ഞ 3 കാരണങ്ങളെ കൊണ്ട് അങ്ങനെ പുഷ്പവൃഷ്ടി നടത്തിയതൊക്കെ നമ്മൾ ഫർദർ വായിക്കും. അപ്പോൾ ഇങ്ങനെ ഇപ്പം നമുക്കറിയാം, ഇന്നലെ ഗൗലിയുടെ മാതിരി വളരെ എലാബറേറ്റ് ആയിട്ട് ഭീഷ്മ പിതാമഹൻ്റെ ഹിസ്റ്ററി പറഞ്ഞു. അഷ്ടവസുക്കളായിരുന്നു, ശന്തനു മഹാരാജിനെ കുറിച്ച് വളരെ നല്ല രീതിയിൽ സമ്മറൈസ് ചെയ്ത് പറഞ്ഞു. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോൾ പ്രഭുപാദ് പർപ്പോട്ടിൽ പറഞ്ഞ പോലെ നമ്മൾ ഒരു മനുഷ്യനായോ മൃഗമായിട്ടോ ജനിക്കുന്ന ഒരാൾ എന്തായിരുന്നാലും അവർക്ക് മരണം സുനിശ്ചിതമാണ്. പക്ഷേ നമ്മളൊരു പ്രകൃതിയാലുള്ള ഇത് പറഞ്ഞാൽ ഫോഴ്സായിട്ട് അല്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി മരിക്കുന്ന ഒരാളെ പോലെ അല്ലാതെ ഭീഷ്മദേവനെ പോലെ മരിക്കണം എന്നാണ്. നമുക്ക് ഒരു ഹ്യൂമൻ ഫോം കിട്ടിയാൽ, മനുഷ്യനായിട്ട് ജനിച്ചാൽ മരണം ശരിക്കും ഭീഷ്മദേവനെ പോലെ ആയിരിക്കണം എന്നാണ് പ്രഭുപാദർ പറയുന്നത്. എനിക്കൊന്ന് ആ ഒരു ഫൈനൽ ഇതിൽ എനിക്ക് ഓർമ്മ വരുന്നത് ശ്രീല പ്രഭുപാദരും ശരിക്കും ഫൈനൽ ലെസൺസ് അല്ലെങ്കിൽ ആ ഫൈനൽ ഡേയ്സിൽ പ്രഭുപാദൻ്റെ ആ സമയത്ത് അദ്ദേഹം അപ്പോഴും ഡിക്റ്റാഫോണിൽ ശ്രീമദ് ഭാഗവതം വിവർത്തനങ്ങൾ പർപ്പോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഐ വോണ്ട് ടു ഡൈ ലൈക്ക് ഭീഷ്മ, ലൈക്ക് ഹി ഡിഡ് ഇൻ ദ ബാറ്റിൽ ഫീൽഡ്. ഐ ഡോണ്ട് വോണ്ട് ടു ബി ഇനേർട്ട്. ലൈക്ക് എ വാലിയൻറ്റ് ഫൈറ്റർ ഐ വോണ്ട് ടു ഡൈ. പുഷിങ് ലോട്ട് സങ്കീർത്തന മൂവ്മെൻറ്റ്. അപ്പം പ്രഭുപാദൻ്റെ ആ ഒരു സ്പിരിറ്റ് തന്നെ നമ്മൾ ക്യാരി ചെയ്യണം ഫർദർ. എങ്കിലേ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു റെസിപ്രോക്കേഷൻ ഫീൽ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ ഒരു റിച്വലിസ്റ്റിക് ആയിട്ടൊരു ഗ്രൂപ്പായിട്ട് മാറിപ്പോകും. അതിൽ വേറെ ആരും ഇൻട്രസ്റ്റഡ് ആയിരിക്കില്ല ഫർദർ കണ്ടിന്യൂ. അപ്പോൾ ഇത്രയാണ് എനിക്ക് രോമപാദ സ്വാമി മഹാരാജിൻ്റെ ഒരു റൈറ്റിംഗ് എന്ന് കിട്ടിയ പോയിന്റ്സാണ്. മഹാരാജിന് നന്ദി പറയുന്നു. ഡിവോട്ടീസ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാം, എന്തെങ്കിലും തിരുത്തലോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജീസ്, പ്രഭുജീസ്. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഡിവോട്ടീസ്, നാളെ നമ്മുടെ കൊല്ലം രഥയാത്രയാണ്, മറ്റന്നാള് കാട്ടാക്കട രഥയാത്ര. നെക്സ്റ്റ് മന്ത് എല്ലാരും മ്യൂട്ട് ചെയ്യാം. നെക്സ്റ്റ് മന്ത് 5th ട്രിവാൻഡ്രം രഥയാത്രയാണ്. അപ്പോ നാളെയും മറ്റന്നാളും നമുക്ക് നമ്മുടെ ഒരു ഓൺലൈൻ ക്ലാസ്സും ഉണ്ടാവില്ല. കാരണം രഥയാത്ര ആയതുകൊണ്ട് ഡിവോട്ടീസ് എല്ലാം തിരക്കായതുകൊണ്ട് 2 days നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഭാഗവതം, ചൈതന്യ ചരിതാമൃതം, ഭഗവത്ഗീത ഒന്നും ഉണ്ടാവില്ല. എല്ലാ ഗ്രൂപ്പിലും മെസ്സേജ് ഇടാം. ഇപ്പൊ ഒരു മെസ്സേജ് ആയിട്ട് ഇത് കൺവേ ചെയ്തേ ഉള്ളൂ. താങ്ക് യു. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ വേറൊരു കാര്യം, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രണാമം പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. അപ്പോൾ നാളെ ശരിക്കും പുരി രഥയാത്രയാണ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. എല്ലാരും ദയവായി ഒന്ന് മ്യൂട്ട് ചെയ്യണം. പ്രഭുവിന് എന്തോ ഒരു മെസ്സേജ് പാസ് ചെയ്യാനുണ്ട്. ദയവായി എല്ലാരും ഒന്ന് മ്യൂട്ട് ചെയ്യണം. ഹരേ കൃഷ്ണ. അപ്പൊ ഇന്നാണ് ഗുണ്ടിജ മാർജനം. അപ്പം ജഗന്നാഥ് പുരിയിൽ ഇന്നാണ് ഗുണ്ടിജ അമ്പലം ക്ലീൻ ചെയ്യുന്ന ദിവസം. അപ്പം ചൈതന്യ മഹാപ്രഭു ശരിക്കും ഏർപ്പെട്ട ഒരു ലീലയാണ്. എല്ലാ രഥയാത്രയ്ക്കും മുന്നേയും തലേ ദിവസം ഗുണ്ടിജ അമ്പലം, കുറച്ചപ്പുറമുള്ള അമ്പലം അത് ഇത്രയും നാൾ അടച്ചു കിടന്നുകൊണ്ട് അവിടെ ഒരുപാട് പൊടിപടലങ്ങളും അല്ലെങ്കിൽ അഴുക്കൊക്കെ ഉള്ള സ്ഥിതിയിലായിരിക്കും.
അപ്പോൾ ഭഗവാൻ വരുന്നതിന് മുന്നോടിയായിട്ട് ആ അമ്പലം മൊത്തത്തിൽ പോയി ഭക്തന്മാരുടെ ആ ഒരു സംഘമായിട്ട് പോയിട്ട് അവിടെ വൃത്തിയാക്കുന്ന ഒരു പതിവ്, അതിനെയാണ് കുണ്ടിജാമാർജനം. ചൈതന്യ ലീലയിൽ വളരെ എലാബറേറ്റ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ചൈതന്യ മഹാപ്രഭു ശരിക്കും ഇങ്ങനെ ഈ അഴുക്ക്, അതായത് ഓരോ കോർണറിൽ നിന്നും വളരെ ശ്രമകരമായിട്ട് അഴുക്കൊക്കെ വൃത്തിയാക്കി. അപ്പോൾ എന്നിട്ട് ചൈതന്യ മഹാപ്രഭു പറയും, ആരുടെ അഴുക്ക് കൂനെയാണ് ഏറ്റവും വലുത് അവരാണ് ഏറ്റവും നല്ല ഭക്തൻ എന്ന് പറയും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ മത്സരിച്ച് ഇങ്ങനെ വൃത്തിയാക്കുകയാണ്. പലരും വെള്ളം ഒഴിച്ചും ഊതിയും ഒക്കെ പല രീതിയിൽ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അഴുക്ക് ശേഖരിക്കുകയാണ്. അപ്പം ഇവരെല്ലാം ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴും ശരിക്കും നോക്കിയപ്പോൾ ചൈതന്യ മഹാപ്രഭുവിൻ്റെ ഇതൊരു കുന്നു പോലെയുണ്ട്, വലിയൊരു കുന്നു പോലെയുണ്ട് അഴുക്ക്. അതായത് ഭഗവാനായിട്ട് പോലും ഇത്രയും. അപ്പോൾ അദ്ദേഹം ആ സൈഡിൽ പറയുന്നുണ്ട്, ഇത്ര ഭക്തനാണെന്ന് മാത്രമല്ല, ശരിക്കും നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിലുള്ള ആ ഒരു മാലിന്യമാണ് ഈ ഗുണ്ടിജാമാർജനത്തിലൂടെ നിർമ്മാർജ്ജനം ചെയ്യുന്നത്, നമ്മൾ നീക്കം ചെയ്യുന്നത്. ഇപ്പം ഗുണ്ടിജാമാർജനം നല്ലൊരു അവസരമാണ്. ഇപ്പോൾ നമുക്കൊരു അടുത്തൊരു അമ്പലമുണ്ട്, നമുക്ക് അങ്ങനെയാണെങ്കിൽ ക്ലീനിങ് സർവീസ് ഓഫർ ചെയ്യേണ്ട നല്ലൊരു അവസരമാണ്. അല്ല സ്വന്തമായിട്ട് വീട്ടിൽ അമ്പലം ഉണ്ടെങ്കിൽ ഇവന് ഓൾട്ടറോ ഭഗവാനെയോ ഒക്കെ, അല്ലെങ്കിൽ ആ ഒരു ഭഗവാന് റിലേറ്റഡ് ഉള്ള എന്തൊരു രീതിയിൽ ക്ലീൻ ചെയ്യാനും ഈ ഒരു ലീല ഓർക്കാൻ നല്ല സമയം, അങ്ങനെ ഒരു നല്ലൊരു അവസരവുമാണ്. നമുക്ക് അത്രയും നല്ല സ്പിരിച്വൽ ഇത് കിട്ടും, കണക്ഷൻ കിട്ടും. അല്ലാതെ തന്നെ ഭഗവാന്റെ നവയൗവന ദർശനം, ഭഗവാൻ ഇത്രയും നാൾ അനവസര സമയമായിരുന്നു ഭഗവാൻ, അല്ലേ, പനി പിടിച്ച് കിടക്കുന്ന സമയം. ഇന്നാണ് ആ നവയൗവന ദർശനം. പുരി ജഗന്നാഥിൽ പോയാൽ നമുക്ക് ആ ഒരു വളരെ നല്ല ദർശനം കിട്ടും. അത് രണ്ട് ഓർമ്മ വന്നുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഹരേ കൃഷ്ണ. നാളെ എല്ലാവരും പറ്റുന്നവരൊക്കെ മാക്സിമം ശ്രമിക്കുക. അതൊരു വൺസ് ഇൻ എ ഇയർ അഫെയർ ആണ്. അപ്പോൾ നമുക്ക് എല്ലാ മാസങ്ങളിലും രഥയാത്രയില്ല, ഒരു ഇയറിൽ ഒരിക്കലേ ഉള്ളൂ. അപ്പോൾ പറ്റുമെങ്കിൽ ഈ 3 രഥയാത്രയും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ബാബുജി പറഞ്ഞ ആ ഡേറ്റ്സിൽ ഭഗവാന് സർവീസായിട്ട് ഓഫർ ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ, ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ ഈ ഒരു കേരളത്തിൽ തന്നെ എത്ര പേർക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പോൾ നമ്മൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത, അല്ലെങ്കിൽ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു 10,000 പേരോ 20,000 പേർക്ക് അല്ലാതെ ഇതിനെപ്പറ്റി വലിയൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടില്ല. അപ്പം നമ്മൾ എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യുന്നതനുസരിച്ച് അത്രയും നമുക്കത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. താങ്ക് യു മാജി, അത് പറയാനുള്ളത്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. ഓക്കെ, സോ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാം മാജി. ഹരേ കൃഷ്ണ. ഓക്കെ സർ, ക്ലോസ്. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. പ്രണാം. പ്രണാം.